കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് 2026 LDFിലെ പ്രധാന ഘടക കക്ഷികൾ UDFിലെത്തുമെന്ന സൂചന നൽകി UDF കൺവീനർ അടൂർ പ്രകാശ്. മുന്നണിക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകളെ UDFുമായി സഹകരിപ്പിക്കുമെന്ന് അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുസ്ലിം ലീഗിന് അടക്കം കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് അടൂർ പ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2026 UDFിനെ അധികാരത്തിലെത്തിക്കുക എന്ന ദൗത്യം താൻ ഏറ്റെടുക്കുകയാണെന്ന് അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള കോൺഗ്രസിനെയും RJDയെയും മുന്നണിയിൽ എത്തിക്കുന്ന കാര്യം UDFിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറെ ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ മുന്നണി സംവിധാനത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകൾ എങ്ങനെയെന്ന് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ട പ്രവർത്തനം ഞങ്ങൾ നടത്തും. അത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. മുസ്ലിം ലീഗിന്റെ ശക്തി ഒരിക്കലും കുറച്ചു കാണാൻ പറ്റില്ല. ലീഗ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷികൾ പറയുന്ന കാര്യങ്ങളിലും കൃത്യമായ പരിഹാരം ഉണ്ടാക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. ലീഗിന്റെ ശക്തി ഒരിക്കലും കുറച്ച് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എത്രയോ നാളുകൾ കൊണ്ട് ഇവരുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴും മുതിർന്ന നേതാക്കളുമായും ഘടകകക്ഷികളുമായും കൃത്യമായ ചർച്ച നടത്തുമെന്നും UDF കൺവീനർ വ്യക്തമാക്കി. എന്തായാലും UDFിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള പദ്ധതികൾ തൻ്റെ മനസ്സിലുണ്ട് എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറയുന്നത്. 2026 ആകുമ്പോൾ കൃത്യമായി UDF അധികാരത്തിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല ലീഗിൻ്റെ ശക്തി തനിക്ക് കൃത്യമായി അറിയാം. കൂടുതൽ സീറ്റുകൾ എന്ന ആവശ്യം അത് പരിഗണിക്കേണ്ടിടത്ത് കൃത്യമായി പരിഗണിക്കും. ഒപ്പം തന്നെ അത് ഇന്ന കക്ഷിക്ക് എന്നുള്ളതല്ല, എല്ലാ കക്ഷികളെയും കൃത്യമായി പരിഗണിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR കേരള വിഷൻ ന്യൂസ്. ശശി തരൂരിനെതിരായ അതൃപ്തി കേരള വിഷൻ ന്യൂസിനോട് തുറന്ന് പ്രകടിപ്പിച്ച UDF കൺവീനർ അടൂർ പ്രകാശ്. ഇപ്പോഴത്തെ സ്ഥാനങ്ങൾ നൽകിയത് കോൺഗ്രസ് ആണെന്ന് തരൂർ ഉൾക്കൊള്ളണം. തരൂരിനെ ദേശീയ നേതൃത്വമാണ് നിയന്ത്രിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMRുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് അടൂർ പ്രകാശ് തുറന്നടിച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അഭിപ്രായങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് UDF കൺവീനർ അടൂർ പ്രകാശ് തുറന്നടിച്ചത്. തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ശശി തരൂരിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾ പലതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തരൂർ ഒരു പരിധിവരെയെങ്കിലും പാർട്ടിക്ക് വിധേയനായി നിൽക്കേണ്ട ഒരാളല്ലേ? ഞാനത് ആദ്യം പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഞങ്ങൾ തരൂരിനെ പോലുള്ള ഒരു വലിയ ആൾ, ഈ പാർട്ടി കൊടുത്ത സ്ഥാനമാനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. കോൺഗ്രസിൻ്റെ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അത് അദ്ദേഹം കൂടി ഉൾക്കൊള്ളണം. പാർട്ടിക്ക് വിധേയമാകണം. പാർട്ടിക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായം ഞാൻ പറയുന്നതിൽ മാത്രം അർത്ഥമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്നേക്കാൾ ഉയർന്ന ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിയന്ത്രിച്ചു പോകേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും അതിലെ മുതിർന്ന നേതാക്കന്മാരാണ്. അവരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രം സംബന്ധിച്ച ചില ആശയങ്ങൾ തന്റെ മനസ്സിലുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള എന്തെങ്കിലും പദ്ധതികൾ പുതുതായി ആവിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ആദ്യം ഞങ്ങളൊന്ന് UDFിൻ്റെ യോഗം നടക്കട്ടെ. ആ യോഗം നടന്നതിന് ശേഷം അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാം. ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് അച്ചടക്കത്തിന്റെ വാളോങ്ങണമെന്ന കേരളത്തിലെ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും വികാരമാണ് അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് തുറന്ന് പ്രകടിപ്പിച്ചത്. റിയാസ് KMR കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്.